ഞാനൊരു യാൺ ചീപ്പായിട്ട് കിട്ടിയപ്പോൾ ഓൺലൈനിൽ നിന്ന് മേടിച്ചതാണ്. അത് ഞാൻ ചെയ്തൊരു തെറ്റാണ്, കറക്റ്റായിട്ട് വരും. അപ്പോൾ നിങ്ങളുടെ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ കേളിങ്ങും അല്ലെങ്കിൽ സ്റ്റിച്ച് കൗണ്ട് തെറ്റലും ഇങ്ങനെ വി ഷേപ്പിലും പല അൺഈവൻ ടെൻഷനും ഒക്കെ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഹായ് ഫ്രണ്ട്സ്, നമ്മൾ എത്രയൊക്കെ ശ്രദ്ധിച്ച് കണ്ട് ചെയ്താലും നമ്മുടെ ക്രോഷ്യ വർക്കുകൾ ഇങ്ങനെയൊക്കെ ചുരുങ്ങി പോകാറുണ്ടോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ സംഭവിക്കുന്ന കാര്യങ്ങൾക്ക് എങ്ങനെ ശരിയാക്കി എടുക്കാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ നോക്കുന്നത് ഇങ്ങനെ ചുരുണ്ട് പോകുന്ന ടൈപ്പാണ്. അതായത് ഞാൻ ഇപ്പോൾ എത്ര നിവർത്തി വെച്ചാൽ ഇതിങ്ങനെ ചുരുണ്ട് തന്നെ പോകും. ഇതിന് മെയിനായിട്ട് കാരണം വരുന്നത് നമ്മുടെ ടെൻഷനാണ്. നമ്മുടെ ടെൻഷൻ വന്നിട്ട് കറക്റ്റായിട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലേ, ഗോൾഡൻ ലൂപ്പ് എന്ന് പറഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലേ, എങ്ങനെയാണ് നമ്മൾ ഏത് ടൈപ്പ് ഓഫ് ക്രോഷിയറാണ്, എങ്ങനെയാണ് അൺഈവൻ ടെൻഷൻ വരുന്നത് എന്നൊക്കെ പറഞ്ഞില്ലേ, ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ സംസാരിച്ചായിരുന്നു. ആ വീഡിയോ കാണാത്തവരൊന്ന് പോയി കണ്ടു നോക്കട്ടെ, അപ്പോൾ കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടും. ഈ ടെൻഷൻ അൺഈവൻ ആയിട്ട് വരുമ്പോഴാണ് നമുക്ക് ഈ ഒരു പ്രശ്നം വരുന്നത്. ഇതിന് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ ഞാൻ അതിനുള്ള മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതായത് നമ്മളൊരു യാങ്കർ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് വലിയ ഹുക്ക് സൈസ് ഉപയോഗിക്കാം, നമ്മളൊരു ലിഫ്റ്റർ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് ചെറിയ ഹുക്ക് സൈസ് ഉപയോഗിക്കാം. പറ്റുന്നതും നമ്മൾ ഒരേ ടൈപ്പ് ഓഫ് മൂഡിലിരിക്കുമ്പോൾ, അതായത് ഒറ്റ ഇരിപ്പിൽ തന്നെ ഒരു പാനൽ തീർക്കാൻ നോക്കുക. അങ്ങനെയൊക്കെ വരുമ്പോൾ ഇത് ശരിയായിട്ട് വരും. ഇത് നമ്മുടെ മെയിൻ പ്രശ്നം അൺഈവൻ ടെൻഷനും കൊണ്ടാണ് കേട്ടോ. ഇനി നമുക്ക് എപ്പോഴും പറ്റുന്ന ഒരു മിസ്റ്റേക്കാണ് സ്റ്റിച്ചിൻ്റെ കൗണ്ട് തെറ്റുക. അതായത് ഇതെല്ലാവർക്കും പറ്റും. ഇപ്പം ഞാൻ മാക്സിമം പറയാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റിച്ച് മാർക്കർ ഉപയോഗിക്കാം. ഇത് പണ്ട് കൗണ്ട് തെറ്റിയിട്ട് ഇത് ഈ സൈഡിൽ വി ഒക്കെ ആയിപ്പോയി, ഇവിടെ വേറെന്തോ ഷേപ്പൊക്കെ വന്നു. അപ്പോൾ ഇത് ഞാൻ എവിടേക്കോ സ്റ്റിച്ച് കൗണ്ട് ചെയ്തത് തെറ്റിപ്പോയി, അല്ലെങ്കിൽ ഞാൻ വളരെ അശ്രദ്ധയായിട്ട് ചെയ്തതുകൊണ്ട് വന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മെയിനായിട്ട് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റിച്ച് മാർക്കർ ഉപയോഗിച്ചിട്ട് തന്നെ ചെയ്യാം കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾ എത്ര സ്റ്റിച്ച് മാർക്കർ ഉപയോഗിച്ചു, സ്റ്റിച്ച് കറക്റ്റായിട്ട് കൗണ്ട് ചെയ്തു. സ്റ്റിച്ച് കൗണ്ട് ചെയ്യാൻ നമുക്ക് ഫിംഗർ കൗണ്ടർ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണെന്ന് തോന്നുന്നു അതിൻ്റെ പേര്. ഞാൻ എന്തായാലും അതിൻ്റെ പിക്ചർ സൈഡിൽ കൊടുക്കാം. അതപ്പോൾ അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നമുക്ക് മനസ്സിൽ കൗണ്ട് ചെയ്യണതിന് പകരം ഇൻ കേസ് തെറ്റിയാലും നമ്മുടെ കയ്യിൽ കൗണ്ടിങ് ഉണ്ടാവും. അതിന് നിസ്സാര പൈസയും കണ്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഒന്നെങ്കിൽ അത് ചെയ്യാം. ഇനിയിപ്പോൾ ഞാൻ പറയാൻ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റിച്ച് നമ്മൾ എത്ര കറക്റ്റായിട്ട് ചെയ്താൽ കൂടിയും നമുക്ക് ചിലപ്പോൾ ഇങ്ങനെ ഇരിക്കേണ്ട പീസ് ഇതിനൊരു വളഞ്ഞ് പൊളഞ്ഞ് ഒരു ഫ്രില്ലൊക്കെ വന്നു പോകും. ഇതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റിച്ച് തെറ്റിയത് കൊണ്ടല്ല, സ്റ്റിച്ചിൻ്റെ കൗണ്ട് തെറ്റിയത് കൊണ്ടല്ല, പകരം നമ്മുടെ ഫൗണ്ടേഷൻ ചെയിൻ കണ്ടോ, ഫൗണ്ടേഷൻ ചെയിൻ വന്നിട്ട് ഒത്തിരി ടൈറ്റായി ബാക്കിലത്തെ സ്റ്റിച്ചിനേക്കാളും. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ കേസിൽ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൗണ്ടേഷൻ ചെയിൻ 1 mm കൂടുതലുള്ള ഹുക്ക് ഉപയോഗിക്കുക നമ്മുടെ സ്റ്റിച്ചസ് ഉപയോഗിക്കുന്നതിനേക്കാളും. അതായത് നമ്മൾ ഫൗണ്ടേഷൻ ചെയിൻ ചെയ്തത് 4 mm ഹുക്ക് വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ സ്റ്റിച്ചസ് വന്നിട്ട് 3.5 mm ഹുക്ക് വെച്ചിട്ട് ചെയ്യുക. അത് ചെയിൻ ആയതുകൊണ്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇച്ചിരി ടൈറ്റ്നെസ് കൂടിപ്പോയതാണ്. ആ ഒരു വ്യത്യാസമായിട്ട് മാറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് വരും. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു ഇതുപോലെ കേർലിംഗ് കോർണേഴ്സ് അൺഈവൻ ടെൻഷനും കൊണ്ടാണ് വരുന്നതെന്ന്. ഇനി കറക്റ്റായിട്ട് ടെൻഷൻ നമ്മൾ വെച്ചു, നമ്മൾ വളരെ സ്ട്രെസ് ഫ്രീ ആയിട്ടാണ് ചെയ്തത്, അല്ലെങ്കിൽ ഒരേ ടൈമിലിരുന്നിട്ടാണ് ചെയ്തത്, എന്നിട്ടും നിങ്ങൾക്ക് ഈ കേളിങ് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, അതായത് ഈ ഒരു യാൺ പോലെ കേളിങ് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് ചിലപ്പോൾ നിങ്ങളായിരിക്കില്ല പ്രശ്നം, പകരം ഈ ഒരു യാൺ തന്നെയായിരിക്കും പ്രശ്നം. ഇത് ഞാനൊരു യാൺ ചീപ്പായിട്ട് കിട്ടിയപ്പോൾ ഓൺലൈനിൽ നിന്ന് മേടിച്ചതാണ്. അത് ഞാൻ ചെയ്തൊരു തെറ്റാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഭയങ്കരമായിട്ട് ചുരുണ്ടു പോകുന്നൊരു മെറ്റീരിയലാണ്. ഇതെനിക്ക് അറിയത്തില്ലായിരുന്നു. ഞാനിത് സ്റ്റാർട്ടിങ്ങിൽ തുടങ്ങിയപ്പോൾ ചെയ്തു വെച്ചതാണ്. അപ്പോൾ ഇത് ഒത്തിരി ഇതിനു മുന്നേ ചുരുണ്ടു വരുമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലോക്കിൻ ചെയ്തിട്ടാണ് ഇത്രയെങ്കിലും ആക്കി എടുത്തത്. അപ്പോൾ ഞാൻ ചൂസ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ചൂസ് ചെയ്യുക. ഇനി അങ്ങനെ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അത് ബ്ലോക്ക് ചെയ്താൽ മതി, റെഡിയാവും. പക്ഷെ ഞാൻ ബ്ലോക്ക് ചെയ്തപ്പോൾ എൻ്റെ കയ്യിൽ അന്ന് കറക്റ്റായിട്ടുള്ള മെറ്റീരിയൽസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഈ സൈഡൊക്കെ ഇപ്പോഴും കേളായിട്ടിരിക്കുന്നത്. ബാക്കിലത്തെ ഈ ഒരു നടുക്ക് ഭാഗം സ്ട്രെയിറ്റ് ആയി. ഓക്കെ, അങ്ങനെയും ചെയ്യാം. അപ്പം നമ്മൾ ഏതൊരു പ്രൊജക്റ്റ് ചെയ്യുമ്പോഴും മാക്സിമം ബ്ലോക്ക് ചെയ്തിട്ട് ചെയ്യാൻ നോക്കുക. അപ്പോൾ വളരെ സ്റ്റിഫായിട്ട് അല്ലെങ്കിൽ വളരെ കൃത്യമായിട്ട് ആ ഒരു അളവ് നമുക്ക് കറക്റ്റായിട്ട് വരും. അപ്പോൾ നിങ്ങളുടെ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ കേളിങ്ങും അല്ലെങ്കിൽ സ്റ്റിച്ച് കൗണ്ട് തെറ്റലും ഇങ്ങനെയും വി ഷേപ്പിലും പല അൺഈവൻ ടെൻഷനും ഒക്കെ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇത് കണ്ട് ഇതിലെ ഞാൻ പറഞ്ഞിരിക്കുന്ന മെഷേഴ്സൊക്കെ എടുത്തു നോക്കൂ. അപ്പോൾ നിങ്ങൾക്കിത് ശരിയായെന്നുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യൂ കേട്ടോ.